എല്ലാ കൂട്ടുകാർക്കും അൺബോക്സിംഗ് തെറാപ്പി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അൺബോക്സ് ചെയ്ത ബോൾട്ട് ഓഡിയോ പ്രോബാക്ക് റേഞ്ചർ എന്ന ഹെഡ്ഫോണിൻ്റെ റിവ്യൂ ആണെന്ന്. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തതായുണ്ടെങ്കിൽ ഞാൻ ഇവിടെയും ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ പ്രൊഡക്ട്സിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഈ പ്രൊഡക്റ്റിൻ്റെ ശരിയായ എൻ്റെ അഭിപ്രായങ്ങൾ നല്ലതോ മോശവുമായ കാര്യങ്ങൾ അറിയുവാനായി നിങ്ങൾ പരമാവധി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷനായി ആമസോണിൽ ഇതിൻ്റെ കമ്പനിക്കാർ കൊടുത്തിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായി ഇതിൻ്റെ ബാറ്ററി, ഹൈ കപ്പാസിറ്റി ബാറ്ററി. അത് ശരിക്കും ഇവർ പറഞ്ഞതുപോലെ അത്രയ്ക്ക് സമയമൊന്നുമില്ല, എങ്കിലും ഒരു 7-8 മണിക്കൂർ ആ ഒരു റേഞ്ചിൽ കിട്ടും. ദെൻ ഇതിൻ്റെ ഇയർ പാഡ്സ് നല്ല സോഫ്റ്റാണ്. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഈ വീഡിയോ അവസാനം പറയാം. നല്ല കാര്യങ്ങളും കുഴപ്പങ്ങളൊക്കെ എനിക്ക് തോന്നിയത് ഞാൻ പറയാം. അഡ്ജസ്റ്റബിൾ ഹെഡ് ബാൻഡ്, ഓക്കെ. ദെൻ ഡുവൽ മോഡ്, പോസിറ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, വോയിസ് കമാൻഡ്, ഗൂഗിൾ ആൻഡ് സിറി, പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.0, മൈക്രോ വൂഫേഴ്സ്, ലൈറ്റ് വെയ്റ്റ്, നല്ല ഡിസൈൻ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, ബോൾട്ട് ഓഡിയോ പ്രോബാക്ക് റേഞ്ചർ, ഓവർ ഇയർ വയർലെസ് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ വിത്ത് മൈക്രോഫോൺ ഹെഡ്സെറ്റ് വിത്ത് നോയ്സ് ക്യാൻസലേഷൻ, ദി ബാറ്റ് എക്സ്ട്രാ ബാസ് എന്ന് ഇവർ വിശേഷിപ്പിക്കുന്നു. ബോൾട്ടിൻ്റെ തന്നെ സിഗ്നേച്ചർ ആയിട്ടുള്ള സൗണ്ടിനേക്കാൾ കൂടുതൽ ബാസും ക്രിസ്റ്റൽ ക്ലിയറുമായ സൗണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. ഒരു കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് സൗണ്ട്. പക്ഷേ ടിവിയുമായി കണക്ട് ചെയ്യുമ്പോൾ, അതായത് സ്മാർട്ട് ടിവിയുമായി കണക്ട് ചെയ്യുമ്പോൾ, ഈ വിക്ടേഴ്സ് ചാനൽ അല്ലാതെ മറ്റു പല ചാനലുകളുമായി ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇതിന് അത്രയ്ക്ക് സൗണ്ടൊന്നുമില്ല. കുറച്ച് ശബ്ദം കുറവാണ്. ഫോണിൽ കേൾക്കുമ്പോൾ അത്രയ്ക്ക് കുഴപ്പമില്ല. എങ്കിലും വയർലെസ് ആയി കണക്ട് ചെയ്യുന്നതിനേക്കാൾ വയേർഡായി കണക്ട് ചെയ്യുമ്പോഴാണ് ഇവർ പറയുന്ന ശബ്ദത്തിൻ്റെ അടുത്ത് എത്തുന്നത്. പാസീവ് നോയ്സ് ക്യാൻസലേഷനോടും എനിക്ക് അത്രയ്ക്ക് യോജിപ്പില്ല. സാധാരണ ഒരു ഹെഡ്ഫോൺ വയ്ക്കുന്നത് പോലെ നമുക്ക് തോന്നുകയുള്ളൂ. ദെൻ ബാറ്ററി ലൈഫ് ഒരു 7 to 8, ഒരു 6 റേഞ്ചിൽ കിട്ടും. നിങ്ങൾക്കിപ്പോൾ സാധാരണ യൂസിന് കുഴപ്പമില്ല. എങ്കിലും ഗെയിമിങ്ങിന് 1-2 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ ചെവി ചൂടാവുകയും വിയർക്കുകയും ചെയ്യുന്നു. പിന്നെ IPX5 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനം, അത് കുഴപ്പമില്ല. ഡ്യുവൽ മോഡ്, നല്ല ഒരു ഓക്സ് കേബിളാണ് വരുന്നത്. പിന്നെ 1 വർഷത്തെ വാറൻറ്റി, HD സൗണ്ട്, മൈക്രോ വൂഫേഴ്സ്, എക്സ്ട്രാ ബാസിനുണ്ട്. പിന്നെ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കമ്പനി പറയുന്നത്. ഇനി എൻ്റെ അഭിപ്രായം, ഫസ്റ്റ് ഇതിൻ്റെ ഇയർ കപ്സ് നല്ല സോഫ്റ്റാണ്. എങ്കിലും കുറച്ച് നേരം വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ചെവി ചൂടാവുകയും വിയർക്കുകയും ചുവന്നിരിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ ഹെഡ് ബാൻഡ് അത്രയ്ക്ക് അഡ്ജസ്റ്റബിൾ ഒന്നുമല്ല. എനിക്ക് ഇപ്പോൾ എൻ്റെ തലയിൽ കറക്റ്റ് ഫിറ്റും ടൈറ്റുമാണ്. എന്നേക്കാൾ ഇച്ചിയും കൂടി വലിയ തലയുള്ള ആളാണെങ്കിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഡ്യുവൽ മോഡിൽ എൻ്റെ അഭിപ്രായം വയർലെസ്സിനേക്കാൾ വയേർഡാണ് നല്ലത്. എനിക്ക് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി വാങ്ങിയതാണ്. ഇത് എനിക്ക് വയർലെസ്സായി ഉപയോഗിക്കുന്നതിനേക്കാൾ വയേർഡായി ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്നൊക്കെ പറഞ്ഞു വാങ്ങും, പക്ഷേ ഈ ഹെഡ്സെറ്റിന് വയേർഡാണ് നല്ലത്. അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ, എൻ്റെ അഭിപ്രായത്തിൽ അത് അത്രയ്ക്കൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാരണ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേൾക്കുന്നത് പോലെ നമുക്ക് തോന്നുകയുള്ളൂ. പിന്നെ ഗെയിമിങ്ങിന് ഇത് പോരാ എന്ന് ഞാൻ പറയില്ല. ഞാൻ കളിച്ചു നോക്കി. എങ്കിലും ഒരു 1200 രൂപയുടെ ഹെഡ്ഫോണിൽ നിന്ന് വരുന്ന സൗണ്ട് ഔട്ട്പുട്ടൊന്നും ഇതിൽ നിന്ന് നമുക്ക് കിട്ടില്ല. ഒരു 700-800 ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊക്കെ ഓക്കെയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പങ്ങളായിട്ട് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ സൗണ്ട്. യൂട്യൂബിൽ നിന്ന് പാട്ട് കേൾക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. അത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. IPX5 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനം കൊള്ളാം. പിന്നെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരം ഇതൊരു നല്ല ഹെഡ്ഫോണാണ്. പക്ഷേ അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂടും വിയർക്കലുമൊക്കെ തുടങ്ങുന്നത്. പക്ഷേ ഹെഡ്ഫോൺ ചൂടാവുകയോ അങ്ങനെ ഒരു പ്രശ്നവും ഒന്നുമില്ല. ദെൻ ഇതിൻ്റെ നല്ല ഡിസൈൻ, നല്ല പ്രീമിയം ലുക്ക് തോന്നുന്നു, നല്ല ബിൽഡ് ക്വാളിറ്റി. പിന്നെ എനിക്ക് വേറൊരു പ്രശ്നം കൂടി തോന്നി. അത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ബാൻഡ്.
അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് കറക്റ്റ് ഫിറ്റാണ്. പക്ഷേ നമ്മൾ ഇത് കുറച്ചുകൂടെ വലുതാക്കാൻ ശ്രമിച്ചാൽ ഈ ഒരു ഭാഗത്തു നിന്നും ഇത് വളയും. ഈ ഒരു ഭാഗം ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് മെറ്റലാണ്, ബാക്കിയുള്ള ഭാഗം പ്ലാസ്റ്റിക്കുമാണ്. അപ്പോൾ ഇതെല്ലാമാണ് എനിക്ക് ഈ ഒരാഴ്ചയിൽ മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ. ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.